പിന്നെ ഒരുപാട് പേർക്ക് രക്ഷപ്പെടാനുള്ള ഒരു മെയിൻ ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു കാര്യം കൂടിയാണ് ഓപ്പർച്യൂണിറ്റി കാർഡ്. പെട്ടെന്ന് ജർമ്മനിലേക്ക് 1 ഇയർ വിസയാണ്. അപ്പോൾ അതെന്തായാലും ക്വാളിറ്റി ഉണ്ടാവും, വിശ്വസിക്കാം എന്നൊക്കെ ഉറപ്പായതുകൊണ്ടാണ് ഓപ്പർച്യൂണിറ്റി കാർഡ് മെയിനായിട്ട് ചൂസ് ചെയ്തിരിക്കുന്നത്. നമ്മളുടെ ഒരു ലൈഫ് സെക്യൂർഡ് ആണ് അവിടെ പോയി കഴിഞ്ഞാൽ. നമുക്ക് അധികം പേടിക്കാനോ കാര്യങ്ങളൊന്നുമില്ല. ഒരുപാട് പേര് കഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പോൾ വെയിറ്റ് ചെയ്ത് പിന്നെ ഒരുപാട് പേരുണ്ട്. ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് ജർമ്മനിയിലേക്ക് എത്തിപ്പെടാനായിട്ട് ചില ഏജൻസികളുണ്ട്. അവരുടെ കാര്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ശരി ഇത്ര ഉള്ളൂ രീതിയിൽ ഞാൻ പല എക്സ്പീരിയൻസ് കണ്ടിട്ടുണ്ടാകും. 100% എനിക്ക് ഇത്രയും പെട്ടെന്ന് വിസ കിട്ടാനും പിന്നീട് ഈ വിസ ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് മെയിനായിട്ട് കാര്യം എന്നുള്ളത് ഞാൻ പ്രത്യേകം പറയാണ്. ഹായ് എവരിവൺ, ഇന്ന് നമ്മുടെ കൂടെയുള്ളത് സഞ്ജു ആൻഡോ ആണ്. സഞ്ജു ആൻഡോ റീസൺലി ജർമ്മനി ഓപ്പർച്യൂണിറ്റി കാർഡ് വിസ റിസീവ് ആയി നെക്സ്റ്റ് വീക്കിലേക്ക് ട്രാവൽ ചെയ്യാനായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് സഞ്ജു ആൻഡോൻ്റെ അടുത്ത് തന്നെ ചോദിക്കാം എങ്ങനെയുണ്ടായിരുന്നു ഓവറോൾ എക്സ്പീരിയൻസ് വിത്ത് പിങ്ങി എന്നുള്ളത്. ഓക്കെ, ഹായ് സഞ്ജു, ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റ്സ്. നമുക്ക് കഴിഞ്ഞ വീക്കിലല്ലേ ഓപ്പർച്യൂണിറ്റി കാർഡ് വിസ കിട്ടിയത്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഒരു ഓവറോൾ എക്സ്പീരിയൻസ് വിത്ത് പിങ്ങി? എക്സ്പീരിയൻസ് നല്ല എക്സ്പീരിയൻസ് തന്നെയാണ്. കംഫർട്ടായിരുന്നു എല്ലാം. തുടക്കം മുതൽ തന്നെ ഏകദേശം എൻ്റെ ഒരു ശരിയാണെങ്കിൽ ഫെബ്രുവരി പകുതിയോട് കൂടിയിട്ടാണ് ഞാൻ ഇതിന് അപ്ലൈ ചെയ്തത്. എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ഞാൻ ഈ ഓപ്പർച്യൂണിറ്റി കാർഡിനെ പറ്റി മെയിനായിട്ട് അറിഞ്ഞിരിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, ഞാൻ ഇപ്പോൾ പല കേസുകൾ പുറത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി നമുക്ക് സെക്യൂരിറ്റി അല്ലെങ്കിൽ കുറച്ചും കൂടി നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഏത് ഏജൻസിയാണ് അല്ലെങ്കിൽ ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ് നമുക്കുള്ളതെന്നുള്ളതൊക്കെ അന്വേഷിച്ചിട്ടുണ്ട് ഒരുപാട്. അപ്പോൾ ഒരുപാട് ആൾക്കാരുടെ അടുത്ത് പറഞ്ഞത് പിന്നെയാണ് സജസ്റ്റ് ചെയ്തിരുന്നത്. നമ്മുടെ ഇരിഞ്ഞാലക്കുടയിൽ തന്നെ ബെസ്റ്റ്, നമുക്ക് എന്തിനും വിശ്വസിക്കാം, ഒരു ഇഷ്യൂ ഉണ്ടാവില്ല എന്ന് 100% എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് ഉറപ്പ് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ പിങ്ങി ചൂസ് ചെയ്തത്. അതുമാത്രമല്ല, കുറച്ചും കൂടി ഈസി ആയി തോന്നി എനിക്ക് പിങ്ങി ലാസ്റ്റ്. കാരണം ഏകദേശം എനിക്കൊരു മാസം 1.5 മാസത്തോണ്ട് എല്ലാ പ്രൊസീജിയറുകളും കഴിച്ച് ഈ കഴിഞ്ഞ 5-ാം തീയതി 4-ാം തീയതി 5-ാം തീയതി ആയിട്ട് എനിക്ക് എൻ്റെ കയ്യിലേക്ക് എൻ്റെ വിസ കിട്ടണം. അപ്പോൾ ഒരുപാട് പേര് ഇതിനു വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട്, കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നൊക്കെ എനിക്കറിയാം. പ്രത്യേകിച്ച് പിങ്ങി ഡിപ്പാർട്ട്മെൻറ്റിലെ സ്റ്റാഫായാലും വിവേക് സാറായാലും എല്ലാവരായാലും ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അതുപോലെ തന്നെ നമ്മളോട് ഡീൽ ചെയ്യുന്ന രീതി അതിവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം അത്ര രസമാണ്. ആദ്യമൊക്കെ ചില സമയങ്ങളിൽ എനിക്ക് പെട്ടെന്ന് ഇതിനെക്കുറിച്ചൊന്നും അറിയാത്തതുകൊണ്ടായിരിക്കാം ദേഷ്യമൊക്കെ വരാറുണ്ടായിരുന്നു. പക്ഷെ എത്ര ദേഷ്യം വന്നാലും ഇവർ തന്നെ നമ്മളെ കൂളാക്കി സംസാരിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്ത് നമ്മൾ എത്ര കംഫർട്ടാക്കാൻ പറ്റുന്നു അത്രയും കംഫർട്ടായ രീതിയിൽ തന്നെ നമ്മുടെ അടുത്ത് ഡീൽ ചെയ്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളിലും സപ്പോർട്ടാണ്. എന്ത് ഡൗട്ട് എപ്പോൾ വിളിച്ചാലും ക്ലിയർ ചെയ്ത് തരുകയും ചെയ്യും. ഭയങ്കര സ്നേഹമാണ്. എന്തായാലും ഇത്രയും ഒരു ഗുഡ് സർവീസ് എനിക്ക് ഇതുവരെ അങ്ങനെ കിട്ടിയിട്ടില്ല. പക്ഷെ ഞാൻ പിങ്ങി ചൂസ് ചെയ്തത് എനിക്ക് വളരെ ഉപകാരമായി എന്ന് തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ വളരെ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. പിങ്ങിയിൽ 100% സാറ്റിസ്ഫൈഡ് ആണ്. ഇത്രയും കംഫർട്ട് സോൺ എനിക്ക് അധികം ഉണ്ടായിട്ടില്ല. എന്തായാലും എനിക്ക് ഒരു 1.5 മാസം കൊണ്ട് വിസയും കാര്യങ്ങളും എല്ലാ പ്രൊസീജിയറും കഴിച്ചു തന്നു. അതിൽ പിങ്ങിക്ക് പ്രത്യേക ഒരു താങ്ക്സ് പറയാണ്. പ്രത്യേകിച്ച് വിവേക് സാറ്, എനിക്കിത് സജസ്റ്റ് ചെയ്ത എൻ്റെ ഫ്രണ്ട്, എല്ലാവരും. അത്ര. ഓക്കെ, എന്തുകൊണ്ടാണ് ജർമ്മനി ചൂസ് ചെയ്തത്? ജർമ്മനി ചൂസ് ചെയ്തതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് കൂടുതലുണ്ട്. പിന്നെ ഭയങ്കര ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്ന ഒരു കൺട്രി എന്ന് തന്നെ ജർമ്മനിയിൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നെ കുറച്ചും കൂടി ഈസിയാണ് അവിടെ. പിന്നെ എനിക്ക് കുറച്ചും കൂടിയും ഇഷ്ടമുള്ള ഒരു രാജ്യം ജർമ്മനിയാണ്. ഓപ്പർച്യൂണിറ്റീസ് മെയിനായിട്ട് ഉള്ളതുകൊണ്ട് തന്നെയാണ് മെയിനായിട്ട് ഇഷ്ടപ്പെടുന്നത്. പിന്നെ നമ്മളുടെ ഒരു ലൈഫ് സെക്യൂർഡ് ആണ് അവിടെ പോയി കഴിഞ്ഞാൽ. നമുക്ക് അധികം പേടിക്കാനോ കാര്യങ്ങളൊന്നുമില്ല. കുറച്ചുകൂടിയും എനിക്ക് ഇഷ്ടം ജർമ്മനി തന്നെയാണ്. അതിനൊരു പ്രത്യേകിച്ചൊരു കാരണമെന്ന് പറയാനായിട്ടില്ല. ഹൈലി സ്റ്റാൻഡേർഡാണ്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പ്രൊഫഷണലായാലും എന്ത് രീതിയിലായാലും നമ്മൾ സേഫാണ് അവിടെ നിയമം വിട്ടൊരു കളി ഇന്നേവരെ ഞാൻ അവിടെ അങ്ങനെ കണ്ടിട്ടില്ല. അതായത് റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ മാത്രം ഒരു കൺട്രി പോകുന്നുണ്ടെങ്കിൽ അതിൽ ജെന്യൂനിറ്റി എപ്പോഴും ഉണ്ടായിരിക്കും. അതൊരു മെയിനായിട്ട് ചൂസ് ചെയ്യാനുള്ള കാരണം. ഇപ്പോൾ ജർമ്മനിയിൽ തന്നെ പല വിസ കാറ്റഗറീസ്, ഇപ്പോൾ വർക്കിംഗ് വിസ വേണമെങ്കിൽ ചൂസ് ചെയ്യണമായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഓപ്പർച്യൂണിറ്റി കാർഡ് വിസ ചൂസ് ചെയ്യാമെന്ന് തീരുമാനിച്ചത്? ഓപ്പർച്യൂണിറ്റി കാർഡ് ചൂസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇപ്പോൾ ഒരുപാട് പേര് കഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പോൾ വെയിറ്റ് ചെയ്ത് പിന്നെ ഒരുപാട് പേരുണ്ട്. ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് ജർമ്മനിയിലേക്ക് എത്തിപ്പെടാനായിട്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു കരിയർ എനിക്ക് പെട്ടെന്ന് സെറ്റിൽ ആവണമെന്നൊരു മൈൻഡ് ഉണ്ട് ഇപ്പം മെയിനായിട്ട്. പോരാത്തതിന് ഓപ്പർച്യൂണിറ്റി കാർഡ് വഴിയാവുമ്പോൾ പെട്ടെന്ന് ജർമ്മനിയിൽ എത്താനും പറ്റും, പിന്നെ അതിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുമെന്ന് പറയാം. അപ്പോൾ ഈ ഓപ്പർച്യൂണിറ്റി കാർഡെന്ന് എനിക്ക് തോന്നുന്നു ഒരുപാട് പേരൊന്നും അധികം അങ്ങോട്ട് പോയി എത്തിപ്പെട്ടിട്ടില്ല. അപ്പോൾ പുതിയൊരു ജർമ്മൻ ഗവൺമെൻറ് തന്നെ ഇറക്കിയിരിക്കുന്ന ഒരു സംഭവമല്ലേ. അപ്പോൾ ജർമ്മൻ ഗവൺമെൻറ് അങ്ങനെ വെറുതെ ഒരു ഓപ്പർച്യൂണിറ്റി കാർഡ് എന്ന് പറഞ്ഞൊരു സാധനം ഇറക്കില്ല. അപ്പോൾ എന്തായാലും അതിനൊരു ലക്ഷ്യം ഉണ്ടാവും എന്തായാലും. പിന്നെ ഒരുപാട് പേർക്ക് രക്ഷപ്പെടാനുള്ള ഒരു മെയിൻ ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു കാര്യം കൂടിയാണ് ഓപ്പർച്യൂണിറ്റി കാർഡ്. പെട്ടെന്ന് ജർമ്മനിലേക്ക് 1 year വിസയാണ്. അപ്പോൾ അതെന്തായാലും ക്വാളിറ്റി ഉണ്ടാവും, വിശ്വസിക്കാം എന്നൊക്കെയുള്ള ഉറപ്പായതുകൊണ്ടാണ് ഓപ്പർച്യൂണിറ്റി കാർഡ് മെയിനായിട്ട് ചൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ വിസയുടെ സെക്ഷനിൽ എങ്ങനെ അപ്പോയിന്റ്മെന്റ് കിട്ടാനൊക്കെ ലേറ്റ് ആയോ? ഇല്ല. വിസയുടെ സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരുവിധം എല്ലാ കാര്യങ്ങളും ഈസി ആയിരുന്നു. പിന്നെ പിങ്മിയിലെ വിസ ഡിപ്പാർട്ട്മെന്റ് തന്നെ നമുക്ക് വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, നമുക്ക് തിരുത്തി തന്നിട്ടുണ്ട്. നമ്മൾ ശരിക്കും ഒരു ടീച്ചിങ് ആയിട്ട് തന്നെയാണ് അവർ കണ്ടിരിക്കുന്നത്. ഇപ്പം എനിക്ക് എക്സ്പെഷ്യലി ഞാൻ അത്രയും കംഫർട്ടായിരുന്നു. വിസ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് എനിക്ക് ഭയങ്കര കംഫർട്ട് സോണായിരുന്നു മെയിനായിട്ട്. കാരണം ഒരുപാട് കാര്യങ്ങളിൽ അതിപ്പോൾ മെയിലിൻ്റെ കാര്യങ്ങളായാലും ശരി, എന്ത് കാര്യങ്ങളായാലും ശരി, എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളൊരു ഡിപ്പാർട്ട്മെൻറ്റാണ് പിങ്മിയുടെ വിസ ഡിപ്പാർട്ട്മെൻറ്റ്. 100% എനിക്ക് ഇത്രയും പെട്ടെന്ന് വിസ കിട്ടാനും പിങ്മിയിലെ ഈ വിസ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ് മെയിനായിട്ട് കാര്യം എന്നുള്ളത് ഞാൻ പ്രത്യേകം പറയാണ്. ഹെൽപ്ഫുള്ളാണ് ഒരുപാട്. വിസയ്ക്ക് ഇപ്പോൾ ഫിനാൻഷ്യൽ പ്രൂഫ് ആയിട്ട് ഒന്നില്ലെങ്കിൽ ബ്ലോക്ക്ഡ് അക്കൗണ്ട് അല്ലെങ്കിൽ നമുക്ക് സ്റ്റേറ്റ്മെന്റ്, അങ്ങനെ പല ഓപ്ഷൻസ് വരുന്നുണ്ട് നമുക്ക് ഫിനാൻഷ്യൽ പ്രൂഫ് ആയിട്ട് കാണിക്കാനായിട്ട്. അപ്പോൾ സഞ്ജു ഏതായിരുന്നു ചൂസ് ചെയ്തിരുന്നത്? ഞാൻ മെയിനായിട്ട് ചൂസ് ചെയ്തത് വെച്ച് കഴിഞ്ഞാൽ ബ്ലോക്ക്ഡ് അക്കൗണ്ട് വഴിയാണ് ഞാൻ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് പോവാം എന്ന് ഞാൻ തീരുമാനിച്ചിരുന്നത്. കാരണം കുറച്ചും കൂടി ഈസിയാണത്. അതുപോലെ തന്നെ നമുക്ക് അവിടെ ചെന്നാലും 1 yearലേക്ക് നമുക്കൊരു ഡെപ്പോസിറ്റും കാര്യങ്ങളും നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചൂസ് ചെയ്തത് അതും കൂടി കുറച്ച് ഈസി ആയിട്ട് നമുക്ക് വിസ കിട്ടാനായാലും അത് എളുപ്പമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് അത് ചൂസ് ചെയ്തത്. ബ്ലോക്ക്ഡ് അക്കൗണ്ടിലെ പ്രൊസീജിയേഴ്സ് ഒക്കെ ഈസി ആയിരുന്നു? ബ്ലോക്ക്ഡ് അക്കൗണ്ടിലെ പ്രൊസീജിയേഴ്സ് ഒക്കെ ഒരുവിധം ഓക്കെ ആയിരുന്നു. ബാങ്കിൽ നിന്നായാലും വളരെ ഈസിയാണ്. പിങ്മി സജസ്റ്റ് ചെയ്ത ബാങ്ക് തന്നെയാണ് നമ്മളും ചൂസ് ചെയ്തത്. കുറച്ചും കൂടി നമുക്കതൊരു ഹെൽപ്ഫുൾ ആയിരുന്നു. ഓക്കെ, പിന്നെ നമുക്ക് ഓൺലൈൻ സബ്മിഷൻ കഴിഞ്ഞ് VFS പോയപ്പോൾ അവിടുത്തെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? VFS എക്സ്പീരിയൻസ് എനിക്ക് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഞാൻ വിചാരിച്ചിരുന്നു ഒരുപാട് സമയം എടുക്കും, അല്ലെങ്കിൽ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ബയോമെട്രിക് ആയാലും നമുക്ക് എന്തായാലും സമയം എടുക്കുമെന്ന് വിചാരിച്ച് ഞാൻ VFS കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയത് വെറും ഒരു 20 minute കൊണ്ടാണ് പുറത്തേക്ക് ഇറങ്ങിയത്. ജസ്റ്റ് അങ്ങോട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ പ്രീമിയം കൗണ്ടറാണ് ചൂസ് ചെയ്തത്. കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് അവിടെ ഒരു കാരണവശാലും വെയിറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല. അല്ലെങ്കിൽ തന്നെ നമുക്ക് അവിടെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ. പക്ഷേ പ്രീമിയം കൗണ്ടർ ചൂസ് ചെയ്തുകൊണ്ട് എനിക്ക് ഇപ്പോൾ നല്ല രീതിയിലുള്ള സർവീസ്, അതായത് നമ്മൾ കയറി ചെന്ന വശം തന്നെ നമുക്ക് ഫുഡുകൾ അവർ സെർവ് ചെയ്തു. അതുപോലെ നമ്മളോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു വെയിറ്റിംഗ് കൗണ്ടറിൽ. പക്ഷെ കൗണ്ടറുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു, നല്ല രസമായിരുന്നു. എനിക്കൊരു പ്രത്യേക എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. VFS പോയ സമയത്ത് എൻ്റെ കറക്റ്റ് ടൈമിന് മുന്നേ ഞാനൊരു 1 hour നേരത്തെയാണ് ചെന്നത്. 1 hour നേരത്തെ ചെന്നാലും നമ്മുടെ കറക്റ്റ് ടൈമൊന്നുമല്ല. പ്രീമിയം കൗണ്ടറിൽ വന്ന ഒരാളാണ്, അവരതനുസരിച്ച് നമ്മൾ ഡീൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ല, ഒരു 20 minute കൊണ്ട് എല്ലാം കഴിഞ്ഞ് ഒരു ചെറിയ എമൗണ്ട് ഉണ്ട്, അതടച്ച് നമ്മൾ ബയോമെട്രിക് കഴിഞ്ഞ് അപ്പം തന്നെ പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കും. VFS ഭയങ്കര ഈസി ആയിട്ട് എനിക്ക് തോന്നുന്നു. എൻ്റെ എക്സ്പീരിയൻസ് ഭയങ്കര ഈസി ആയിരുന്നു. എനിക്ക് അത്രയും കംഫർട്ടായിരുന്നു VFS, കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ടുള്ള രീതിയിലായിരുന്നു. ആഫ്റ്റർ വിസ പിങ്മിയുടെ സൈഡിൽ നിന്ന് സപ്പോർട്ട് കിട്ടിയിരുന്നോ? എങ്ങനെയാണ്? പിന്നെ നമ്മൾ എപ്പോൾ വിളിച്ചാലും ഫോൺ എടുക്കുന്നുണ്ട് അവർ. അതായത് വിസ ചില ഏജൻസികളുണ്ട്, അവരുടെ കാര്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ശരി ഇത്രേ ഉള്ളൂ എന്ന രീതിയിൽ ഞാൻ പല എക്സ്പീരിയൻസ് കണ്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട്സ് ആയാലും എൻ്റെ ഒരു റിലേറ്റീവിന് ഇങ്ങനെ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. അതായത് വിസ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഏജൻസി വലിയൊരു സപ്പോർട്ടില്ല എന്നുള്ള രീതിയിൽ. പക്ഷേ ഇതിപ്പോൾ എൻ്റെ വിസ കഴിഞ്ഞിട്ടും ഇത്രയും നാളായിട്ട് പോലും ഞാൻ എന്ത് കാര്യത്തിന് വിളിച്ചാലും പിങ്മി സപ്പോർട്ടാണ്, വിസ ഡിപ്പാർട്ട്മെൻറ്റ് സപ്പോർട്ടാണ്. നമ്മളുടെ ഒരു ഫീഡ്ബാക്ക് എത്രയോ സമയങ്ങളിലും നമുക്ക് നല്ല രീതിയിലുള്ളൊരു സോണാണ് അവർ ക്രിയേറ്റ് ചെയ്ത് തന്നിരിക്കുന്നത്. മെയിനായിട്ട് എനിക്ക് പിങ്മിയുടെ എല്ലാ ഇതുകളും ഭയങ്കര സപ്പോർട്ടീവാണ്, കംഫർട്ട് സോണാണ്.
എല്ലാം കൊണ്ടും അടിപൊളിയാണ്. ഓക്കെ, അപ്പോൾ സഞ്ജുവിന്റെ ഒരു ഓവറോൾ എക്സ്പീരിയൻസ് ആണ് നമ്മൾ കേട്ടത്. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ് സഞ്ജു, പെട്ടെന്ന് തന്നെ ജോബൊക്കെ റെഡി ആവട്ടെ. അതെ അതെ.